നമസ്കാരം. ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെയാണ്, അവർ വലിയ ദീർഘവീക്ഷണമുള്ളവരാണ് കേട്ടോ. പ്രത്യേകിച്ച് തമ്മിലടി, കുതികാൽ വെട്ട് എന്നിവയുടെയൊക്കെ കാര്യത്തിൽ 2 കൊല്ലം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി കസേര ലഭിക്കുമെന്നൊക്കെ സ്വപ്നം കണ്ടിപ്പോഴേ അടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് LDF കഴിഞ്ഞ തവണത്തേക്കാൾ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ സീറ്റും BJPക്ക് വോട്ട് ഷെയറും ഒക്കെ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടുമെന്നൊക്കെ പറയുന്നത്. മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലുകളൊക്കെ നടക്കുന്നുണ്ട്. തങ്ങളെ തോൽപ്പിക്കാൻ പാർട്ടിക്കാർ തന്നെ ശ്രമിച്ചു എന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിട്ട് K മുരളീധരനും കോഴിക്കോട്ടുള്ള MK രാഘവനുമൊക്കെ KPCCയുടെ യോഗത്തിൽ വിമർശനം ഉന്നയിച്ചത് എന്തിനായിരുന്നുവെന്നാണ് നിങ്ങൾ കരുതുന്നത്? നേതാക്കളിൽ പലർക്കും പണത്തോട് അത്യാർത്തിയാണ് എന്നും തെരഞ്ഞെടുപ്പ് ചെലവ് ഉദ്ദേശിച്ചതിലും ഇരട്ടിയായി എന്നും K മുരളീധരൻ പരാതിയും പറഞ്ഞു. ഇത്തരത്തിൽ പരാതികൾ പറഞ്ഞവർ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംഘടനാ തലത്തിൽ ഇത്രയും ജീർണതയും കെടുകാര്യസ്ഥതയും മുമ്പൊരു സംഭവം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് വളരെ മോശമാണെന്ന് നേതാക്കൾ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അത് മെച്ചപ്പെടുത്തുവാനുള്ള യാതൊരു തരത്തിലുള്ള കാര്യവും ഇവരാരും ചെയ്യുന്നില്ല. ആരെ വീഴ്ത്തിയാലും വേണ്ടില്ല, നമുക്കും കിട്ടണം പണവും പദവിയും എന്നാണ് ഓരോരുത്തരുടെയും മുദ്രാവാക്യം. K സുധാകരൻ കണ്ണൂരിനപ്പുറമുള്ള രാഷ്ട്രീയം അറിയാത്തൊരു നേതാവാണ്. KPCC അധ്യക്ഷനാകാൻ യോഗ്യതയുണ്ടെങ്കിലും പുള്ളിയെക്കൊണ്ട് ഒരു തരത്തിലും ഈ സംവിധാനത്തിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുവാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഈ പ്രായോഗിക രാഷ്ട്രീയം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരാളാണ് സുധാകരൻ. വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള ശൈലി. അതുകൊണ്ടാണ് സതീശനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചൊക്കെ ഇയാൾ തെറി വിളിക്കുന്നത്. പ്രാദേശിക നേതാക്കൾ പോലും കാണിക്കാത്ത രീതിയിലുള്ള അപക്വമായിട്ടുള്ള രീതികളാണ് ഈ സുധാകരനെ പോലുള്ള ആൾ പലപ്പോഴും പ്രസിഡൻ്റാണ് എന്ന് പോലും അറിയാതെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹത്തെ എങ്ങനെയും പുകച്ചു പുറത്ത് ചാടിക്കണമെന്ന് തന്നെയാണ് KC വേണുഗോപാലും സതീശനുമൊക്കെ ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. കുറേ കാലമായിട്ട് അത് ആസൂത്രണം കൊണ്ടിരിക്കുന്നു. മത്സരിക്കുന്നില്ല എന്ന് വാശി പിടിച്ച സുധാകരനെ കണ്ണൂരിൽ വീണ്ടും ഇറക്കിയത് അതുകൊണ്ട് തന്നെയാണ്. കാരണം TN പ്രതാപൻ ജയിച്ചാൽ ഒരുപക്ഷെ കേന്ദ്രമന്ത്രിയാവാൻ സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് എല്ലാ സിറ്റിംഗ് എംപിമാരെ മത്സരിപ്പിച്ചപ്പോഴും പ്രതാപനെ അവസാന നിമിഷം കട്ട് ചെയ്ത് പുറത്താക്കുന്നത് എന്നുള്ളതാണ്. പകരം അവിടെ ആരെ കൊണ്ടുവന്നു? K മുരളീധരനെ കൊണ്ടുവന്നു. K മുരളീധരനെ കൊണ്ടുവന്നുവെങ്കിലും തൃശ്ശൂരിൽ വിജയിക്കുമെന്ന് അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ല. കാരണം പ്രതാപനും മുൻ MLA വിൻസെൻറ്റും ചേർന്ന് നിന്നുകൊണ്ട് കാലുവാരി എന്ന് പത്മജ വേണുഗോപാൽ അടക്കം മുൻപ് പറയുന്ന അതേ ആരോപണം ഇപ്പോൾ മുരളീധരനും പറയുകയാണ്. രാജ്യം വളരെ നിർണായകമായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴാണ് കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടകരമാകുന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തിയിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇങ്ങനെ തമ്മിലടി തെമ്മാടിത്തരമാണ്, ഇമാതിരിയുള്ള തെമ്മാടിത്തരങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളതാണ്. ഇവർക്ക് ആർക്കും പാർട്ടിയോട് ഒരു തരത്തിലുള്ള കൂറില്ല. സ്വന്തം സ്ഥാനവും കീശയും മാത്രമാണ് നോട്ടമാക്കുന്നത്. ഒരു കാര്യത്തിനും വ്യക്തമായിട്ട് നിലപാടെടുക്കാൻ ഈ നേതൃത്വത്തിന് കഴിയുന്നില്ല, തയ്യാറാകുന്നില്ല. പഴയ ജന്മിക്കുടിയൻ സമ്പ്രദായം പോലെ ജാതിയും മതവും നോക്കിക്കൊണ്ട് മണ്ഡല പ്രസിഡന്റുമാരെ മുതൽ മുകളിലോട്ടുള്ളവരെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായം, ഒരു സാമ്പ്രദായിക രീതി തുടർന്നു വരുന്നു. സമുദായ നേതാക്കൾ കോൺഗ്രസിനും നേതൃത്വത്തിനുമെതിരെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതെല്ലാം കേട്ടുകൊണ്ട് ഓച്ചാനിച്ച് പഞ്ചപുച്ഛമടക്കി നിൽക്കും. ഇവരെയൊന്നും അവർ വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. CPM-നെ കുറിച്ച് സംസാരിക്കാൻ സമുദായ സഭാ നേതാക്കന്മാർ ഈ രീതിയിൽ വിമർശനം നടത്താറുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിയേ. നടത്താറില്ല. നടത്തിയാൽ തന്നെ അവർ കണക്കിന് തിരിച്ചു കൊടുക്കും. അതാണ് അവരുടെ സ്വഭാവം. വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഹുസൈൻ മടവൂരുമൊക്കെ അതിൻ്റെ ചൂട് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ട് CPM-ൻ്റെ കയ്യിൽ നിന്ന്. മുമ്പ് കോൺഗ്രസിൻ്റെ ദേശീയ രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്നവർ പലരും കേരളത്തിൽ നിന്നുള്ള നേതാക്കളായിരുന്നു. ആൻ്റണി വയലാർ രവി, KV തോമസ്, PT ചാക്കോ, PJ കുര്യൻ, അങ്ങനെ വലിയൊരു നിര ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും സംഘടനാ തലത്തിലും പാർലമെൻ്ററി രംഗത്തുമൊക്കെ മികവ് പുലർത്തുന്ന നേതാക്കളായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ KC വേണുഗോപാൽ മാത്രമാണ് ദേശീയ തലത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള സ്ഥാനം വഹിക്കുന്ന നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം. ഭാഷാ പ്രശ്നം കാരണം KCക്ക് പലപ്പോഴും ഉദ്ദേശിച്ച രീതിയിൽ ഉയരുവാനാകുന്നില്ല. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പെറ്റായതുകൊണ്ട് മാത്രമാണ് KC പിടിച്ചു നിൽക്കുന്നത് തന്നെ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രിയാകുവാൻ കുപ്പായം തുന്നിയിരിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് ഈ KC വേണുഗോപാൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. ഒപ്പം തന്നെ സതീശനുമുണ്ട്, രമേശ് ചെന്നിത്തലയുമുണ്ട്. ആ കുപ്പായം അവർ എന്നേ തയ്പ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത്തരത്തിൽ മുഖ്യമന്ത്രിയാകാൻ കാത്തു നിൽക്കുന്നവരാണ്. കൂട്ടായി നിന്ന് ഒരു സംഘടനയെ ശക്തിപ്പെടുത്തിയ ശേഷം തിരഞ്ഞെടുപ്പ് ജയിക്കണമെന്ന് ഇവർക്ക് ആർക്കും ഒരു തരത്തിലുമുള്ള താല്പര്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് K സുധാകരനെ മാറ്റിയതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും കഴിയില്ല. കേന്ദ്രത്തിൽ ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും KC വേണുഗോപാലും K മുരളീധരനും മടങ്ങി വന്നാൽ അടിയുടെ പൊടിപൂരമാകും കേരളത്തിൽ നടക്കാൻ പോകും. അതിനിടയിലൂടെ പിണറായി മൂന്നാം ഊഴവും കൊണ്ടുപോകുവാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ രമേശ് ചെന്നിത്തല പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്.
പക്ഷേ അപ്പോഴൊക്കെ സതീശനും സുധാകരനും അതിനെയൊക്കെ ചവിട്ടി മെതിച്ച് ദൂരെ എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. സർക്കാരിനെതിരെ ജനകീയമായിട്ടുള്ള പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുവാൻ ഉമ്മൻചാണ്ടിയെപ്പോലെ സതീശനോ സുധാകരനോ ഒന്നും ശേഷിയില്ല, കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പിണറായി ഭരണം പരമാവധി നാറണം, ആ നാറ്റത്തിലൂടെ ജനം നമുക്ക് വോട്ട് ചെയ്യണം, അങ്ങനെ അധികാരത്തിലേറണം എന്നാണ് ഇവരുടെയൊക്കെ ഒരു മനസ്സിൽ. UDF എന്ന സംവിധാനം തകർന്നിട്ട് തന്നെ 2 പതിറ്റാണ്ടോളമായി. 2011 2 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഉമ്മൻചാണ്ടി അധികാരത്തിലെത്തിയത് എന്നുള്ളത് മറന്നുപോകരുത്. അന്ന് CPM ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയപ്പെടുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ UDFിലെ എത്ര കക്ഷികളാണ് ഇപ്പോൾ ഇടതിനൊപ്പം ചേർന്നതെന്ന് ആലോചിച്ചു. 2 കേരള കോൺഗ്രസുകൾ, ജനതാദൾ, എല്ലാവരും AK സെൻറ്ററിലേക്ക് ചേക്കേറി. ലീഗാണെങ്കിൽ അവസരം കാത്തിരിക്കുകയാണ്, എന്നിട്ടും പഠിക്കുന്നില്ല എങ്കിൽ കോൺഗ്രസ്സുകാരോട് എന്ത് പറയണമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്നാൽ അതേസമയം ഇതിനോടൊപ്പം തന്നെ സംസ്ഥാന കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ മരണത്തോടുകൂടി ചിഹ്ന ഭിന്നമായി പോയ ഒരു ഗ്രൂപ്പാണ് A ഗ്രൂപ്പ്. അതിനെ പുനരുജ്ജീവിപ്പിക്കുവാനുള്ള ഒരു അവസാനവട്ട ശ്രമത്തിലാണ് ഇപ്പോൾ ബെന്നി ബെഹനാനും ഒപ്പം തന്നെ KC ജോസഫും. K സുധാകരനും BD സതീശനും KPCC നേതൃത്വത്തിൽ അവരോധിക്കപ്പെട്ടതോടെ ഗ്രൂപ്പുകൾ എന്നുള്ളത് അപ്രസക്തമായി മാറി. ഗ്രൂപ്പ് മാനേജർമാരും വക്താക്കളുമൊക്കെ പുതിയ നേതൃത്വത്തിനൊപ്പം ചേരുകയോ ചിലരൊക്കെ നിശബ്ദരാവുകയോ ഒക്കെ ചെയ്തതോടെ പഴയ ആ താപ്പാനകൾക്ക് സങ്കേതങ്ങൾ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ഉമ്മൻചാണ്ടിയുടെ വലം കൈയായിരുന്ന ബെന്നി ബെഹനാൻ പലവട്ടം ഗ്രൂപ്പിൽ അവശേഷിക്കുന്നവരെ തടുത്തുകൂട്ടി ഒരു A ഗ്രൂപ്പിന് ജീവൻ വയ്പ്പിക്കുവാനുള്ള ഒരു ശ്രമം പലതവണ നടത്തി, പക്ഷേ ഫലം കണ്ടില്ല എന്നുള്ളതാണ്. MLA ആയ ശേഷം ചാണ്ടി ഉമ്മനെ മുന്നിൽ നിർത്തി ഗ്രൂപ്പിനെ യോജിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും A ഗ്രൂപ്പിൽ തുടരാനില്ല എന്നുള്ളൊരു നിലപാടിൽ ചാണ്ടി ഉമ്മൻ എത്തപ്പെടുകയും ചെയ്തു. അങ്ങനെ ഗ്രൂപ്പിൻ്റെ നേതാവ് ആരാകണം എന്നതിൽ പോലും യോജിപ്പിലെത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മുൻമന്ത്രി KC ജോസഫും ബെന്നി ബെഹനാനും PC വിഷ്ണുനാഥുമാണ് ഇപ്പോൾ A ഗ്രൂപ്പിൽ അവശേഷിക്കുന്ന അവശിഷ്ട നേതാക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. 3 പേർക്കും കൂടി യോജിച്ചൊരു നേതാവിൽ ഗ്രൂപ്പ് നേതൃത്വം ഏൽപ്പിക്കുവാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ KPCC നേതൃത്വത്തിനെതിരെ ബെന്നി ബെഹനാൻ ചില വിമർശനങ്ങൾ ഉയർത്തിയെങ്കിലും അതിനെ പക്ഷേ ആരും ഗൗരവത്തിലെടുത്തില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDF മിന്നും ജയം നേടിയാൽ നേതൃമാറ്റമെന്ന സ്വപ്നം ഒരിക്കലും നടക്കില്ലെന്ന് പഴയ ഗ്രൂപ്പ് മാനേജർമാർക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് സ്വാഹ. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് അജണ്ടകൾ നിർണ്ണയിക്കുന്നതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞുവെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും അംഗീകരിച്ചതാണ്. ഇതാണിപ്പോൾ A ഗ്രൂപ്പുകാരെ വല്ലാതെ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് CPM BJP സഖ്യമുണ്ടെന്ന ആരോപണം തുറന്നു കാട്ടുന്നതിൽ VD സതീശൻ വിജയിച്ചു എന്നത് മുന്നണിയിലെ ഘടകകക്ഷികൾ വരെ അംഗീകരിച്ച കാര്യമാണ്. ഇടത് കൺവീനർ PP ജയരാജനും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള വ്യവസായ ബന്ധത്തെക്കുറിച്ചുള്ള രേഖകളടക്കം പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടത് UDFന് ശക്തി പകർന്ന ഒരു സംഭവമായിരുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. രാഷ്ട്രീയമായി സതീശൻ കരുത്തനാവുന്നത് തങ്ങൾക്ക് ഭാവിയിൽ ദോഷം ചെയ്യുമെന്ന ഭയവും പഴയ A ഗ്രൂപ്പ് നേതാക്കൾക്കും ഉണ്ട്. അങ്ങനെ A ഗ്രൂപ്പിനൊപ്പം നിന്നിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, ഷാഫി പറമ്പിലുണ്ട്, T സിദ്ദിഖുണ്ട് തുടങ്ങിയവരെല്ലാം ഇപ്പോൾ സതീശൻ്റെ ക്യാമ്പിലാണ് പക്ഷേ ലാൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മഹിളാ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSU ഒക്കെ എന്നീ പോഷക സംഘടനകളുടെയൊക്കെ നേതാക്കളായിട്ടുള്ള ഇപ്പോൾ അറിയാമല്ലോ, മഹിളാ കോൺഗ്രസ് നേതാവായിട്ടുള്ള ജെബി മേത്തർ, യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ, അലോഷ്യസ് സേവർ KSUവിൻ്റെ നേതാവ് എന്നിവരൊക്കെ സതീശനൊപ്പമാണ് നിൽക്കുന്നത്. സതീശൻ സുധാകരൻ നേതൃത്വത്തിനെതിരെ രമേശ് ചെന്നിത്തലയെ കൂട്ടുപിടിച്ച് നീങ്ങാൻ ബെന്നിയും കൂട്ടരും ശ്രമിച്ചുവെങ്കിലും ആ നീക്കവും പാളിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. പാർട്ടിയിൽ വളരെ ദുർബലനാണ് ഈ ചെന്നിത്തല എന്ന് പറയുന്നത്. ചെന്നിത്തലയ്ക്ക് ഹൈക്കമാൻഡിലും സംസ്ഥാനത്തും പഴയ തരത്തിലുള്ളൊരു പ്രതാപമില്ല എന്നിപ്പോൾ അണികൾക്ക് വരെ അറിയാം. അതുകൊണ്ട് തന്നെ പഴയ പടക്കുതിരുകൾ എത്ര ശ്രമിച്ചാലും ഗ്രൂപ്പ് ഭരണം എന്ന് പറയുന്നത് അസാധ്യമായി മാറുകയാണ് എന്ന് എന്തുകൊണ്ടാണ് ഈ മണ്ടന്മാരായിട്ടുള്ള കോൺഗ്രസ്സുകാർ മനസ്സിലാക്കാത്തത്? പുതിയ തലമുറയിലെ ഒരു വിഭാഗം യൂത്തന്മാരെങ്കിലും അത് ചിന്തിക്കണം. കാരണം ഇവിടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വെച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിലയിരുത്തി അങ്ങനെ മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം കോൺഗ്രസിനെ പോലുള്ള പാർട്ടിക്കില്ല. കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം അടഞ്ഞു കഴിയാതിരിക്കുന്നതിന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു അടഞ്ഞ അധ്യായമായി മാറാതിരിക്കണമെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരടക്കമുള്ളവർ, KSUക്കാരടക്കമുള്ളവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, വിചാരിക്കേണ്ടിയിരിക്കുന്നു. അവരൊരു എത്തേണ്ടിയിരിക്കുന്നു. ഇവിടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിന് അധിഷ്ഠിതമായിട്ട് ഗ്രൂപ്പ് നേതാക്കൾ വന്നതുകൊണ്ടോ എന്നും ഒരു കാര്യവുമില്ല. കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനമേ ചരിത്രത്തിൻ്റെ ഭാഗമായി തീരാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ കോൺഗ്രസിനെ എങ്ങനെ രക്ഷിച്ചെടുക്കാമെന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും ഇനി ചിന്തിക്കേണ്ടത്. കോൺഗ്രസ്സുകാരെ കളയൂ, കാരണം കുറേ കടൽക്കിഴവന്മാരുടെ സ്വപ്നഭൂമിയായി മാറിയ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനെ ചവിട്ടി മാറ്റും. എന്നിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഒരു നവ ലിബറൽ സംവിധാനം ഉണ്ടാക്കിയെടുത്തിട്ട് ആ ഒരു കോൺഗ്രസ് ഇവിടെ രൂപീകരിക്കൂ. എന്നിട്ട് ആ കോൺഗ്രസിൽ നിന്നുകൊണ്ട് പഴയ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും
പുതിയ തത്വശാസ്ത്രങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും ഒരു രാഷ്ട്രീയ പാർട്ടി അഴിമതി രഹിതമായിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെ മുന്നോട്ട് വന്ന് അത് രാഷ്ട്രത്തിനും രാജ്യത്തിനും സംസ്ഥാനത്തിനുമൊക്കെ മാതൃകയാകുന്ന തരത്തിലേക്കുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു പാർട്ടി സംഘടനാ സംവിധാനം ഉണ്ടാക്കിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിലും KSUവിലും പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്കും നേതാക്കൾക്കും അണികൾക്കുമൊന്നും ഈ പാർട്ടി എന്ന് പറയപ്പെടുന്നത് പറഞ്ഞു വയ്ക്കാൻ പോലും പറ്റാത്തൊരു സംവിധാനമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഈ പാർട്ടി നാമാവശേഷമായി മാറുന്നതിന് തൊട്ടു മുമ്പ് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ കളിക്കുന്ന കടൽ കിഴവന്മാരെ, ഈ KC ജോസഫിനെയും ബെന്നി ബെഹനാനെയും പോലെയുള്ളവരെയൊക്കെ പുറത്താക്കണം. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായി നിൽക്കാൻ പഠിക്കുക. ഞങ്ങൾ A ആണ് B ആണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അതിനെയൊക്കെ കളയുക. ഗ്രൂപ്പ് സമവാക്യങ്ങൾ വെട്ടിയെറിഞ്ഞ് കോൺഗ്രസ്സുകാരനാകാൻ, അഴിമതി കാണിക്കില്ല എന്ന് ഉറപ്പുള്ള കോൺഗ്രസ്സുകാരായി മാറി ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന, ചങ്കൂറ്റമുള്ള, വോട്ടർമാർക്കിടയിൽ സ്വാധീനം രേഖപ്പെടുത്താൻ കഴിയുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ കഴിയുന്ന, ജനാധിപത്യത്തെ വളരെ കൃത്യമായി തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ സ്വാംശീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നേതാക്കൾ വാർത്ത് ഉടച്ചുണ്ടാക്കിയെടുക്കട്ടെ ഈ കോൺഗ്രസ്. എങ്കിൽ മാത്രമേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ ഈ പാർട്ടിക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഗ്രൂപ്പ് സമവാക്യങ്ങളും ഗ്രൂപ്പ് നേതാക്കന്മാരുമൊക്കെ അറബിക്കടലിൽ തുലയട്ടെ. ഇവിടെ കോൺഗ്രസ്സുകാരുടെ ഒരു പുതുയുഗം ഉണരട്ടെ.